പിണറായി മോദിയുടെ പ്രജയായിരിക്കുന്നിടത്തോളം കാലം ഒരു സുതാര്യതയുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെയും അന്തിമ ക്യൂഫീൽഡ് മാപ്പിൽ ക്രമക്കേട് നടത്തിയതിലും പ്രതിഷേധിച്ച് UDF പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർഡ് വിഭജനത്തിൽ അട്ടിമറി നടക്കുന്നത് അത്ഭുതമല്ലെന്നും തിരഞ്ഞെടുപ്പിൽ CPM-നെ തോൽപ്പിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മാനദണ്ഡങ്ങൾ ലംഘിച്ച പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെയും അന്തിമ ക്യൂഫീൽഡ് മാപ്പിൽ ക്രമക്കേട് നടത്തിയതിലും പ്രതിഷേധിച്ച് UDF പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി പള്ളിക്കര പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിക്ക് മാറ്റമില്ല, പ്രതിപക്ഷ നേതാവിന് മാറ്റമില്ല. പക്ഷേ മൂന്നാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ മാറ്റി പ്രധാനമന്ത്രി പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പേര് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു. അപ്പൊ ഇപ്പൊ ആരുടെ പേരാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്? അമിത്ഷാ. ഇവർ രണ്ടുപേരും കൂട്ടുകച്ചവടക്കാരാണ്. രണ്ടുപേരും ഗുജറാത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ആളുകളാണ്. ഈ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഗുജറാത്തിൽ വംശഹത്യക്ക് നേതൃത്വം കൊടുത്തത്. ആ രണ്ടുപേരുമാണ് ഇപ്പൊ ഡൽഹി ഭരിക്കുന്നത്, രാജ്യം ഭരിക്കുന്നത്. ഈ രണ്ടുപേരിൽ നിന്നും രാജ്യത്തിന് ഒരു നീതിയും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമാകണ്ടേ? ഇപ്പൊ SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, വളരെ നല്ല കാര്യമാണ്. പക്ഷേ എന്താണ് നല്ല കാര്യം? വോട്ടർ പട്ടികയിൽ യാതൊരു വിധമായ കൃത്രിമവും കാണിക്കാതെ നിഷ്പക്ഷമായി നീതിപൂർവമായി സുതാര്യമായി വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ള ജോലി അവർക്ക്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ പേരിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്ന ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വാർഡ് 6 അരവത്തിലെ 383 വോട്ടുകൾ 4ാം വാർഡിലേക്കും 19 കീക്കാനിയിലെ 94 വോട്ടുകൾ സമീപത്തെ വാർഡായ കൂട്ടുകനിയിലേക്കും മാറ്റിയത്. ഇതിനെതിരെ UDF പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ വരണാധികാരി ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് ആരോപണം ഉയർന്ന വാർഡുകളുടെ അതിർത്തി പോലും മാറ്റിയത്. UDF പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദിഖ് പള്ളിപ്പുഴ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KEA ബക്കർ, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മവ്വൽ, സുകുമാരൻ പൂച്ചക്കാട്, ഹനീഫ കുന്നിൽ, MPM ഷാഫി, തോട്ടി സാലി ഹാജി, രവീന്ദ്രൻ കരിച്ചേരി, PA അബൂബക്കർ ഹാജി, രാജേഷ് പള്ളിക്കര, ഹാരിസ് തോട്ടി, P കുഞ്ഞബ്ദുള്ള ഹാജി, ചന്തുക്കുട്ടി പൊഴുതല, ചോണായി മുഹമ്മദ് കുഞ്ഞി, AM അബ്ദുൾ ഖാദർ, ഷാഫി മവൽ, റഷീദ് ഹാജി കലിങ്കാൽ, സത്താർ തോട്ടി, ചന്ദ്രൻ തച്ചങ്ങാട്, സുന്ദരൻ കുറിച്ചിക്കുന്ന്, ജയശ്രീ മാധവൻ, യശോദ നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കര.